എന്നെ ഓൺലൈനിൽ കാണിക്കുന്നില്ലല്ലോടാ. ഏ നിന്നെ ഞങ്ങളുടെ മെയിൻ മെനുവിനകത്ത് കാണിച്ചല്ലോ. വന്നോ ഇൻവൈറ്റ് വന്നോ? ഞങ്ങൾ ഇൻവൈറ്റ് ഇട്ടാ എങ്ങനെ നിന്റെ ഇതിനകത്ത് കയറുന്നു? എനിക്ക് ഇൻവൈറ്റ് വന്നില്ല. ഹലോ. ആ. വരുവാടാ. അർജുന വരാം. ഹലോ. ഞാൻ വന്നടാ. ഹലോ. ഇപ്പൊ വെളിയിലോട്ടൊന്നും വേണം. ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പോയി. ആരാ? ആരുണ്ടായിരുന്നു? ഇപ്പൊ വരുവോ അവൻ? വരുമെന്നാ പറഞ്ഞ് നോക്കാം. ഞങ്ങൾ കുറച്ച് കയറ്റിയായിരുന്നടാ. പകുതി അതൊക്കെ താഴ്ത്തി. സുഭാഷ് നല്ല പാടല്ലേ? നല്ല പാട്. കുറച്ചുകൂടി ഉള്ളായിരുന്നു പിന്നെ കയറ്റാനായിട്ട്. അത്ര പ്രോഗ്രസ് ഉണ്ടായിരുന്നു. താഴെ പോയി പക്ഷെ നല്ല കൊണ്ടുപോയിട്ട് വരാം. അവിടെ മേഘയുടെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നടാ. എന്താ വിശേഷം? വിശേഷം എന്തോ മറ്റേ ഞാൻ പറഞ്ഞില്ല, ഒക്ടോബറിൽ ചിലപ്പോൾ എൻഗേജ്മെന്റ്, ചിലപ്പോഴല്ല, ഒക്ടോബറിൽ എൻഗേജ്മെന്റ് ഉണ്ട്. ഇതല്ലേ അടിപൊളി. ഉം? അടിപൊളി. രണ്ട് വീട്ടുകാർ സംസാരിച്ചോ? ഞാനിപ്പോൾ വീട്ടുകാരെ കൊണ്ടൊക്കെ സംസാരിപ്പിക്കും. അവര് ഡയറക്റ്റ് വിളിയില്ല, ഞങ്ങളുടെ ത്രൂ ഉള്ള സംസാരമേ ഉള്ളൂ. അപ്പം അവർക്ക് ഗുജറാത്തിൽ വെച്ച് നടത്താനാണ് എൻഗേജ്മെന്റ് താല്പര്യം. അപ്പം ഞാൻ നോക്കിയപ്പം എനിക്കും അതാ നല്ലത്. അതാകുമ്പം ചിലവില്ലല്ലോ. ഞാനും അപ്പായും അമ്മയും കൂടെ പോയിട്ട് ഞങ്ങളങ്ങനെ പരിപാടിയായിട്ടൊന്നും നടത്തുന്നല്ലടാ. ഒരു റിങ് മാത്രം മേടിച്ചിട്ട് ജസ്റ്റ് മോതിരം ഇട്ട് ഒരു കേക്ക് മുറിച്ച് ജസ്റ്റ് ഏതെങ്കിലും എടുത്ത് പോയിട്ട് ഡിന്നർ കഴിച്ചിട്ട്
അങ്ങ് പോരാന്ന് വെച്ച്. സെറ്റ് സെറ്റ്. അതിൻ്റെ ആവശ്യം ഉമ്മ എന്തിനാ വലിയ ആൾക്കാരൊക്കെ വലിയ നടത്താൻ താല്പര്യമില്ല, പൈസ ഇല്ല. ഇപ്പം ഒട്ടുമിക്ക എല്ലാ കല്യാണവും എന്താ പറയാ, ഇങ്ങനെ നമ്മള് ചെറിയ കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച് അവരെ സെറ്റപ്പിലല്ലേ ചെയ്യുന്നത്. അതാ അതല്ലേ നല്ലത്, നല്ലത്. സത്യം. പിന്നെ എനിക്ക് ഈ നമ്മുടെ ഈ ഹിന്ദുക്കളുടെ കല്യാണം ഉണ്ടല്ലോ, ഈ മണ്ഡപത്തിൽ കയറിയിരുന്ന താലിയൊക്കെ കെട്ടിയ അവിടുത്തെ പരിപാടി, എനിക്ക് അതിനോട് ഒരു താല്പര്യമില്ല. ഞാൻ ഇൻട്രോവേർട്ട് ആയോണ്ടെന്ന് അറിയത്തില്ല, എനിക്കത് ഭയങ്കര പേടിയാ. അതൊക്കെയാണ്. പക്ഷെ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കല്യാണം വരുമ്പോൾ ഓരോ അഭിപ്രായം വരും ഇവിടെ. നമ്മുടെ വീട്ടുകാർക്ക് അവരാദ്യം പറഞ്ഞ അവർക്ക് കുഴപ്പമില്ല, ഹിന്ദു രീതി നടത്താന്നാണ് പറഞ്ഞത്. മേഘൻ പറഞ്ഞു, ബേബി എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ മതി, എങ്ങനെ വേണേലും നടത്തിക്കോളാം പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ ശരി. ഇപ്പൊ അമ്പലത്തിലാണെങ്കിൽ ഞാൻ വരത്തില്ല. ഞാൻ പറയും പിന്നെ എങ്ങനെയാണ് ഈ ഹിന്ദു രീതി നടത്തുന്നത്? ആണോ, എന്നാ ഓക്കെ, അപ്പൊ പൂജാരിയെ വെക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു പള്ളി വന്നിട്ട് പള്ളിയിൽ അച്ഛനില്ലാതെ കല്യാണം നടത്താൻ പറഞ്ഞ എങ്ങനെ ഇരിക്കും, അതുപോലാണ് എന്ന് പറഞ്ഞു. വളരെ ആണോ, ശരി, ഇങ്ങനെ ഇരിക്കുന്നു. എന്താ എങ്ങനെ മാനേജ് ചെയ്യൂടാ? നല്ല പാടാടാ. ഇപ്പൊ അവള് പറയുന്ന അവൾക്ക് ഹോമകുണ്ടം പറ്റത്തില്ലെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഹിന്ദു രീതി നടത്തുന്നതെന്ന് ചോദിച്ചു ഞാൻ. ഇനിയിപ്പോ കുറച്ചും കൂടെ അടുത്തടുത്ത് വരുമ്പോ വീണ്ടും ഓരോ ഇങ്ങനത്തെ ഇഷ്യൂസ് വരും. നീ ഇപ്പോഴേ എല്ലാരോടും പറയാൻ നിൽക്കും. അതെ. നിന്റെ വോയിസ് കട്ടാവുന്നുണ്ടല്ലോ അവിടെ. ഇപ്പോഴേ എല്ലാരോടും പറയാൻ നിൽക്കണ്ടല്ലോ, ഓക്കെ ആയിട്ട് പറഞ്ഞാൽ മതിയോ? അതായല്ലോ. നിന്റെ ജോലി എങ്ങനെ പോകുന്നടാ? ഒരു ടാസ്ക് ആണ്. നിനക്ക് ഈ വർഷം വരാൻ പറ്റുമോ അതോ അടുത്ത വർഷമേ ഉള്ളൂ? ഈ വർഷം വരണമെന്നുണ്ട് പറയുന്നത്. നിന്റെ അവിടുത്തെ മാനേജേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ വർക്കിന്റെ കൈ എല്ലായിടത്തും ഒരുപോലൊക്കെ തന്നെ ആണല്ലേ? ഇവിടെ ചെയ്യുവാണേലും വെട്ടിപ്പണി തന്നെ. നീ പോയിട്ട് എത്ര മാസമായി? 7 മാസം. 7 മാസം ആവുന്നില്ലയോ? പെട്ടെന്നായല്ലേ? എനിക്ക് വിശ്വസിക്കാം. ഞാൻ ആദ്യമേ വന്നപ്പോ എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ എങ്ങനെ ഇത് ഇത്രയും കൊണ്ടുവരുമെന്ന്. ഞാൻ 1 മാസം തികച്ചു നിൽക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. കാരണം ഞാൻ ഫസ്റ്റ് വന്ന് നിന്നത് അത്രയ്ക്ക് വൃത്തികെട്ട റൂമിലായിരുന്നു. സ്ഥലത്ത് ആ റൂം കണ്ടപ്പോ എനിക്ക് തന്നെ സങ്കടമായി. 7 മാസം എങ്ങനെയൊക്കെയോ കടന്നു, ഭയങ്കര സ്പീഡിൽ. ഇപ്പോഴത്തെ റൂമൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ റൂമൊക്കെ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. മറ്റേ വീടിന്റെ കാര്യം എന്തോ? വീടിന്റെ കാര്യം വേറെ കുറെ വീട് നോക്കിയത് അതൊന്നും സെറ്റായില്ല. നീ എങ്ങനെയാ മറ്റേ റെഡിമെയ്ഡ് പുതിയ വീട് മേടിക്കാനാണോ അതോ? അതായത് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന് കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്താ വെച്ചാല് എഴുത്തും കുത്തും എല്ലാം കൂടി കൂട്ടി നല്ലൊരു തുക വരും. പിന്നെ ബാങ്കിന് കുറച്ച് പൈസ കൂടെ പോകുമ്പോൾ അത് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു 10% പോകും. നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പോകണം. അപ്പൊ എന്തോ പ്ലാൻ എന്തോ? അപ്പൊ പിന്നെ തൽക്കാലം ഹോൾഡ് വെച്ചേക്കുക, എന്ത് ചെയ്യണം ഇങ്ങനെ അറിയാതെ. ഞാൻ പറഞ്ഞിട്ട് ഒന്നെങ്കിൽ നീ ഇനി 1 വർഷം കൂടെ നിൽക്കുവോ അവിടെ? വീടിന്റെ കാര്യം റെഡിയാവുന്നവർ എന്തായാലും ഇവിടെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് എങ്കിൽ ഈ വർഷം ലീവിന് വരാൻ പറ്റുമെങ്കിൽ ലീവിന് വന്നിട്ട് പോയിട്ട് പരിപാടി നോക്കുക. നിന്റെ ബഡ്ജറ്റ് എത്രയാടാ?
30 30 40 40. 40 40 ഉണ്ടോ നിനക്ക് ബഡ്ജറ്റ്? എന്താ 40 ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മേഘയുടെ അവിടെ 2 BHK ഫ്ലാറ്റ് കിടപ്പുണ്ട്, പുതിയത് ഫർണിഷ്ഡ്, ഗുജറാത്തിൽ. അപ്പോൾ പിന്നെ ഇവിടെ 40 രൂപയ്ക്ക് അടിപൊളി വീട് കിട്ടും. എന്താ ബുദ്ധിമുട്ട്? എടാ, നീ ഇപ്പൊ പുതിയതായിട്ട് പണിയിപ്പിച്ച് വീടാണോ നോക്കുന്നത്, അതോ വലിയ പഴക്കമില്ലാത്തതാ നോക്കുന്നത്. ഒരു 2 വർഷം ഒന്നും വലിയ കുഴപ്പമില്ല, 2 വർഷം പഴക്കമുള്ളത്. ഏത് ഒരു സ്ഥലമാണ് നോക്കുന്നത്? സ്ഥലം നമ്മുടെ ഏരിയയൊക്കെ തന്നെ, ഒന്നെങ്കിൽ അതിന്റെ തന്നെ പറക്കും. പറക്കോട് കൊടുമണ്ണ് അവിടെ പന്നവഴിയൊക്കെ നല്ല സ്ഥലമാണ്. ഞാൻ നോക്കിയായിരുന്നു, 1-2 വീട് കണ്ടായിരുന്നു. പക്ഷെ പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന് രണ്ട് വീട് അമ്മ പോയി കണ്ടായിരുന്നു. അമ്മ കണ്ടിട്ട് വന്നിട്ട് അമ്മ ഇങ്ങനെ എന്താടാ പന്നിവഴി എന്താടാ അടുത്തും കണ്ട് 1-2 വീട് അമ്മ പോയി കണ്ടായിരുന്നു. ആ അതൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഓക്കെ. പിന്നെ അത് പന്നവഴി എടാ 40 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നല്ല വീട് കിട്ടും. ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ കേട്ടോ. കൊടുമണ്ണ് മറ്റേ എയർപോർട്ട് വരുന്ന കാര്യം എന്തേലും ആയോടാ? വരുത്തൊന്നുമില്ല. ഇല്ലയോ? പിന്നെ ഇടയ്ക്ക് പത്രത്തിലൊക്കെ വന്ന അതാണ് കൺഫേം ആക്കിയെന്നൊക്കെ പറഞ്ഞു വന്നായിരുന്നു. അവിടൊക്കെ അത് കൊണ്ടുവന്നത് ഇനിയിപ്പോ ഗവൺമെന്റ് സാധ്യത ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ചിലപ്പം ചാൻസ് ഉണ്ടാവുമായിരിക്കും. മറ്റേ കേരളയിലെ കൂട്ട് തന്നെ കുറെ ആൾക്കാർ കുടിയൊഴിപ്പിച്ചിട്ട് അതിന്റെ പേരില് കേന്ദ്രത്തില് കുറെ തുക ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മേടിക്കാന്ന് വെച്ചിട്ടായിരിക്കും. ഇവിടെ വരുത്താതിരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് കുടമണ്ണ് സ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞാൽ ആരെയും കുടിയൊഴിപ്പിക്കേണ്ട കാര്യമില്ല. ഏക്കർ കണക്കിന് ഭൂമിയല്ലേ വെറുതെ കിടക്കുന്നത്. അപ്പം മാക്സിമം അവരത് സംഭവിക്കാതിരിക്കാനേ ശ്രമിക്കത്തുള്ളൂ. ഇനി ഗവൺമെന്റ് മാറിയതുകൊണ്ട് ചിലപ്പോൾ സാധ്യതയുണ്ട്. അവിടെ വന്നായിരുന്നെങ്കിൽ നമുക്കും ജോലി സാധ്യത ഒരുപാട് കിട്ടിയാനല്ലേ? അതെ അതെ അതെ, സത്യം. എന്തോരം ആൾക്കാർക്ക് ജോലി കിട്ടും. സത്യം. മാത്രമല്ല എന്തെല്ലാം വികസനം വരൂടാ. ആണ് സത്യം. ലാല, നീ ഫ്ലാറ്റ് പോലത്തെ വീടുകളെല്ലാം നോക്കുന്നോ? ഫ്ലാറ്റ് നോക്കുന്നതാണ് ശരിയാവില്ല. ഞാൻ അമ്മയുടെ അടുത്തൊന്ന് ചോദിക്കട്ടെ. 35 രൂപ ബഡ്ജറ്റില്ലേ വീട് വല്ലതും ഉണ്ടോ? നിങ്ങൾ ബ്രോക്കറിനെ വല്ലതും ഏർപ്പെടുത്തിയിട്ടുണ്ടോ? 1-2 പേരെ സംസാരിച്ചായിരുന്നു. വീടൊക്കെ കൊണ്ട് കാണിക്കും. പലതരം പല പ്രശ്നങ്ങൾ കാണും. ലോണിന്റെ ഇഷ്യൂ ആണോ? ലോൺ ആവാനുള്ള പ്രശ്നമാണോ? ലോണിന്റെ ഇഷ്യൂസ് അല്ല. ചിലതിന് സ്ഥലം കാണൂല, ചിലതിന് വീട് കൊള്ളായിരിക്കും, പക്ഷെ അകത്തെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. ഒരെണ്ണം കണ്ടത് തെറ്റായിരുന്നു. അത് ഏഴംകുളത്തിലായിരുന്നു വീട്. അതിന് അവര് ചോദിച്ചത് 42 എന്തോ ചോദിച്ചത്. അപ്പം വീട് കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഓക്കെ ആക്കാം എന്നിരുന്നു കഴിഞ്ഞപ്പം ഈ വീട് ബാങ്കിലെ ഒരാളെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഈ വീടിന് 42 വാല്യൂ ഇല്ല, കൂടിപ്പോയ 35-36 ലക്ഷം രൂപ വാല്യൂ ഉള്ളു, റീസെയിൽ വാല്യൂ. അപ്പം ഈ ലോൺ അപ്രൂവ് ആവില്ല. അപ്പം ബാങ്കുകാര് 36 lakhs പറയുന്നത് നമ്മള് 42 വാങ്ങിക്കുന്നത് നമ്മളെന്തോ തലക്കൂടി വണ്ടി ഓടിച്ചിട്ടാണ്. ശരി. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു.
ഇതവിടെ മാറി. വിളിക്കാനും പറ്റത്തില്ല. जाके काम कर रहा हूँ फिर जाके रिपोर्ट पूछे तो मैं क्या करें क्या बोले ചെയ്യുമ്പോൾ ഫുഡും വരും. रिपोर्ट बना कर ഇന്ത്യയുടെ രണ്ടുപേരും എന്നോട് കൊണ്ടുവാ. എവിടെ? ഗെയിമില് ഞാൻ ഗെയിമിലില്ല. ഞാൻ ഗെയിം ഓപ്പൺ ചെയ്യാൻ എനിക്കത് ഇൻവൈറ്റഡ് ആവോ സ്റ്റീമിൽ? നീ വന്നില്ലല്ലോ. ഞാനോ? വീട്ടിൽ വന്നോ? ഒന്നും കഴുത തന്നെ കേട്ടോ. നിനക്ക് എന്താ നിനക്ക് ഞങ്ങളങ്ങ് മേളി വരെ ചെന്നായിരുന്നടാ. വണ്ടി പണിയണോടാ? പണിഞ്ഞ കേട്ടോ ഞങ്ങളങ്ങ് മേളി വരെ ചെന്നായിരുന്നടാ. ഈ കണ്ടോ നടുക്കൂന്ന് ഈ പാറ കിടക്കുന്ന കണ്ടോ, സെൻട്രി ബ്രിഡ്ജ് പോലെ, അതൊക്കെ ക്രോസ് ചെയ്യണം. വണ്ടി താഴെ പോയി. അത് നീയോടെ വേണം 2 മിനിറ്റ് ഓപ്പറേറ്റ് ചെയ്താല് കയറാൻ പറ്റുന്നത്. ഞാൻ വണ്ടി പണിയണോ? വേണ്ട വേണ്ട, എല്ലാം ഇതാക്കി വെച്ചേക്ക്. ഡോറ് പണിതില്ലല്ലോ. എടാ ഞാൻ വണ്ടി ഒന്ന് നിർത്തണ, ഞാൻ കയറട്ടാ അതിനകത്ത്. ഇവനിത് നിക്ക് ഇവിടെ നിന്ന് പലകൊക്കെ ഇല്ലേ നിക്ക്, അതിനകത്തുനിന്ന് പറഞ്ഞ സാധനമൊക്കെ എടുത്തോ. വീടിനകത്ത് സാധനമൊക്കെ കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം എടുത്തായിരുന്നു. എടുത്തായിരുന്നു അതല്ല മേളിക്ക്. വലതിരിച്ച് പുറത്ത് കുറേ പൊളിഞ്ഞു പോയി താഴെ. റിവേഴ്സ് കുറച്ചെടുത്താൽ മതി. ഫ്രണ്ട് വന്നിരിക്കടാ. ഫ്രണ്ട് തട്ടുന്നുണ്ടോ? എടുത്തോ നേരെ തന്നെ, നേരെ ആക്കി എടുത്തോ. കുറച്ചുകൂടെ റേസ് കൊടു. മതി. ഓക്കെ അല്ലേ? നോക്കട്ടെ. നീ വണ്ടി വലത്തോട്ട് തിരിച്ച് സ്റ്റിയറിങ് കുറച്ച് വലത്. അവൻ വലത്തോട്ട് തിരിച്ചേക്കുന്നു. നിന്റെ വലത്. അപ്പോൾ കുറച്ച് പിന്നിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകും. നിന്റെ അടുത്താടാ. നിന്റെ അടുത്ത്. ആ വെണ്ടയ്ക്ക് വലത് കിടന്ന് പറയത്തില്ല, നീ അടയേരി. നിന്റെ ഇടതോട്ട് തിരി. കുറച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടോ. എന്നിട്ട് അങ്ങനെ തന്നെ വെക്കാം. എന്നാൽ ഇത് കറക്റ്റ് അല്ലേ സ്റ്റിയറിങ്?
കുറച്ചടുത്തിരിക്കും കയറി പറഞ്ഞ അതൊക്കെ അടുത്തിരിക്കും കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന തെന്നി പോടാ റിവേഴ്സ് എടുത്തു അങ്ങനെ ഇട്ടാ താഴെ വീഴ്ത്തേ ഉള്ളൂ വണ്ടി കുറച്ച് ലെഫ്റ്റ് പിടിച്ച് ഫ്രണ്ടിലോട്ട് വന്നിടാം ലെഫ്റ്റ് പിടി ഉള്ളോട്ടോ ലെഫ്റ്റ് പിടിച്ചാണ് തന്നെ കുറച്ചിടാം അതിന് നേരെയാക്കി പോട്ടെ കയറിക്കട്ടെ താഴെ വേണടാ. അങ്ങനെ ചത്ത ചത്തില്ല, കയറി ഫ്രണ്ട് കൂടെ പോടാ ലാലി സാധിച്ചിട്ട് ഓടിഞ്ഞടാ. കയറി ആടാ എന്നെ ഇടിച്ചു പോന്നടാ. ഇല്ല ചത്തില്ല. വാ വണ്ടി കയറുന്നില്ല അതിന്റെ കയറി. അയ്യോ ഞാൻ പുറകെ തള്ളണോ? താഴെ പോകുന്നത് എനിക്ക് സംശയമുണ്ടോ? മുമ്പേ കയറി വന്നാ നീങ്ങി കയറി വാ. ഞാൻ താഴെ പോന്നു കേട്ടോ. ഇവൻ താഴെ പോയി. ഈ വണ്ടി എന്തേലും പറ്റുവാണെങ്കിൽ അപ്പൊ പീലും ക്ലിക്ക് ചെയ്തേക്കെ. പി ഇട്ടാ ന്യൂട്രൽ ഇതിനകത്ത്. എടാ പി പാർക്കിംഗ് ആടാ. ഇത് കണ്ടോ അർജുനെ, ആ ഇനി വരാമെങ്കിൽ വേണ്ടി സാധനം എടുക്കാം. ഞാനിനി തിരിച്ച് താഴെ ഇറങ്ങാം. തിരിച്ച് താഴെ വന്നാലും എനിക്ക് അങ്ങോട്ട് കയറാൻ ഒരു ഏണിയുണ്ട്. ഞാൻ ഇത് എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുമോ നോക്കണേ. എല്ലാവരും എവിടെയും താഴെ വീണോ? അങ്ങ് വരെ വരത്തില്ലടാ. ഈ സാധനം എടുത്താൽ നമുക്ക് കുറച്ച് ഹെൽപ്പ് ആവും. മേളിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട്. ബർഗർ എന്തേലും ഉണ്ടോടാ? എൻ്റെ കാല് ഒടിഞ്ഞടാ. എന്നാലും അത് എടുത്തോളാം, വേറെ വഴിയുണ്ട്. എടാ ഞാൻ വീണ്ടും താഴെ വീണടാ. പക്ഷെ എൻ്റെ കാല് ഒടിഞ്ഞു. എഴഞ്ഞതല്ല, ഓടാനുള്ള കാലുണ്ട്. പക്ഷെ ഒന്നും കൂടെ ഞാൻ താഴെ വീണ് കഴിഞ്ഞാൽ പടവോ. വന്നാടാ എൻ്റെ പുറകെ വരുന്നുണ്ടോ? ഞാൻ അവിടോട്ട് വരാനുള്ള വഴി കുഴപ്പമില്ല. ഏണി കൂടെ താഴെ വരാനാണ്. യെസ്, എനിക്ക് ഇപ്പോഴും ഏണി കൂടെ താഴോട്ട് വരാൻ അറിയത്തില്ല, മുകളിലോട്ട് കയറാനേ അറിയത്തുള്ളൂ. ഇതാ ഞാൻ മുമ്പ് കണ്ട സാധനങ്ങളൊക്കെ ഇത്. സേവ് ആയി ചെയ്യുന്നു കേട്ടോ. സേവിങ് പറഞ്ഞ എഴുതി കാണിച്ചു. ആരാ താഴെ വീണ്? ആരാടാ താഴെ വീട്? ജല്ലിക്കൂടെ ഒക്കെ വിഞ്ഞിട്ട് താത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ അപ്പുറത്ത് പോകാനും പറ്റത്തില്ല. വണ്ടിയിൽ എന്തിയടാ? ആരും വണ്ടിക്കകത്തില്ലേ?
വണ്ടിയിലിരുന്നല്ല താഴെ പോയത്. ഇതിന്റെ ഫ്രണ്ടിൽ എങ്ങനെയാ പോകുന്നത്? ഈ വണ്ടി ഫ്രണ്ടിൽ ഇപ്പൊ വഴിയില്ല. ഞാനെങ്ങനെയാണ് ഇതിനകത്തോട്ട് കയറുന്നത് ആലോചിക്കാം. ആ ആ പോയി 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 ഇനി അത് അതുപോലെ അവിടെ ഇടും. വണ്ടി വലിച്ച് കയറ്റേണ്ടി വരും. എനിക്ക് ഈ വഴിയുണ്ട്. വഴി എന്ത് സാധനം വണ്ടി. കുറച്ച് കം ബാക്ക്. നീ എവിടെ? ടാങ്കിലായ ബാക്ക് എവിടെ ഇവിടെ ഇടാണ് വിഞ്ചിട്ട് ഇവിടെ അടിക്കാം. അടിച്ചടാ. അതൊന്നും വേണ്ട. ഈ പലകലെല്ലാം വിഞ്ചിച്ചു അല്ലാതെ തന്നെ വരും. ആണോ? ആ, അത് കൊള്ളാം. മിക്കവാറും തൂങ്ങി കിടക്കുമെന്ന് തോന്നുന്നു. ആ പോയി 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 എടാ ഫ്രണ്ടിൽ ഒരു വിഞ്ച് ഇടാ. എന്നിട്ട് അകത്ത് കയറി റിമോട്ട് എടു. ഇതിനകത്ത് ഞാൻ കയറിയ ഞാനും വണ്ടിയും കൂടെ താഴെ. ഇല്ല, രണ്ടിടത്ത് വിഞ്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെ വീഴും? ആണോ? ഞാൻ പുറകിൽ ഇട്ടിട്ടുണ്ട്. ആ ലാലെ ഫ്രണ്ട് ഒന്ന് വലിക്കടാ. ഈ വോക്കി ടോക്കി എന്തോനാ? ഹലോ ഹലോ വാക്കി ടോക്കിയാണ് എടുത്തോണ്ട് വന്നത്. എൻ്റെ കയ്യിലുണ്ട് രണ്ട്. ഞാൻ ചെയ്തോളാം. ആ വണ്ടി കയറാറില്ല. വണ്ടി ഓടിക്കാൻ കയറി. അർജുനെ ഇടത്തോട്ട് തിരിക്കുക. ആ വിഞ്ച് എടുത്ത് ഇങ്ങോട്ട് കയറാ. കൈ വണ്ടി വീഴുവാന്ന് അപ്പൊ തന്നെ വിഞ്ചിട്ടാണോ വിറാ. അർജുൻ താഴെ പോയടാ. ഞാനും താഴെ വീഴണ വിഞ്ചുമായിട്ട്. അത് വലിച്ചു കയറ്റണം. വണ്ടി തീർന്നു പൊട്ടി. എന്താ കാണിക്കുന്നത് രണ്ട് മണ്ടന്മാരുടെ? അല്ലാതെ വണ്ടി അവിടെ കൊണ്ട് അതുപോലെ കുണച്ച് നിർത്തിയിട്ടല്ല നമ്മൾ അതിന്റെ. അത് ആദ്യമേ അങ്ങനെ വെച്ചേക്കുമല്ലായിരുന്നു. ലാൽ കം പലകെടുക്കൂ. പലക അങ്ങോട്ട് വെക്കാനുള്ള എന്റെ ചിന്തിച്ചോട്ടായിരുന്നു. പ്രൊഫഷണൽ. വണ്ടി വരും. വണ്ടി എവിടെ? വണ്ടി ഇവിടെ സ്റ്റക്കായടാ. കളി തുടങ്ങിയില്ല. ഇതുവരെ സ്റ്റക്കാത്തടത്തൊക്കെ കൊണ്ട് സ്റ്റക്കാക്കി വെച്ചേക്കും. എടുക്കണടാ. വിഞ്ചി എന്ത് വിഞ്ചി
ഒരു കുഴപ്പമില്ലാത്തടത്ത് കൊണ്ട് വണ്ടി സ്റ്റക്കാക്കി വെച്ചേക്കുന്നു. റിവേഴ്സ് പോകുന്നിട്ട് ഇല്ല. എനിക്കിട്ടാരാ പഠിക്കുന്നു കാലം. നീ എന്തിനാ നീ പുറകിലിട്ട് വലിക്കുകയാണ് അതോ ഫ്രണ്ടിലോ? ആ നീ വെഞ്ചി വരും എടാ അടി. ഈ ചില്ല് പൊട്ടിക്കാൻ എന്താണ് ഒരു വഴി? ഇത് ഓർമ്മിക്കുന്നു. കുറച്ച് കഴിയുമ്പോ അവിടെ ഇവിടെ തട്ടി പൊട്ടിക്കുന്നു. അതെ, നീട്ട് പൊട്ടിക്കാൻ നീയായിട്ട് കുത്തിക്കാൻ നിൽക്കണ്ട. പട്ടി കുട്ടി വരുത്തും. അവിടെ എങ്ങോട്ടാടാ തിരിയേണ്ട? എനിക്ക് കണ്ണ് കാണുന്നില്ല. റൈറ്റ് 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 ോട്ട് വരുന്നു. ഞാൻ പാലൊന്നും ഇല്ലാതെ ചിലപ്പോ ചാടിക്കും വണ്ടി കേട്ടോ. വീടാ താഴെ വീടാ താഴെ. ലാലെ എന്നെ വന്നൊന്ന് രക്ഷിക്കുവോ? നേരെ താഴെ പോയിട്ട് റിവൈവ് പറ. ഇല്ല ഞാൻ രക്ഷപ്പെട്ടു. നീ ഇവിടെ വന്നായിരുന്നു. ഇതെടുത്ത് ഓർക്കണം. എടാ വണ്ടി ഇതുവഴി അങ്ങോട്ട് കയറുവോടാ? അതുവരെ ഞങ്ങള് കയറ്റിക്കൊണ്ടിരുന്നു. നിക്ക് ഞങ്ങള് വരട്ടെ. ഏറ്റവും കൂടെ ഞാനും താഴെ വീണായിരുന്നു. ഇതെല്ലാം തീർന്നിരിക്കുന്നോണ്ട് ഞാൻ വണ്ടി കൊണ്ട് വരുന്നോണ്ട് ഞാൻ പേടിച്ചു. അവിടെ നിൽക്കുക, ഞങ്ങൾ വരിക. അല്ലെ ഈ സ്റ്റെയറെ കൂടെ എങ്ങനെ ഇറങ്ങുന്നതെന്ന് അറിയാം. അവിടെ എങ്ങനെ ചാടി സ്റ്റെയറിൽ കയറണം, എന്നിട്ട് താഴോട്ട് നോക്കിക്കൊണ്ട് ഡബ്ല്യു ഞെക്കണം. എങ്ങനെ നീ അത് ജമ്പ് ചെയ്ത് അതിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ സ്റ്റെയർ സ്റ്റക്കായി എന്നെ കാണിക്കേ. സ്റ്റെയറെ കയറിയില്ല. ഞാനങ്ങ് താഴെ വന്നിട്ടുണ്ട് കേട്ടോ. അർജുനെ നടന്ന് താഴെ വന്ന് എന്നെ ഒന്ന് റിവൈവ് ചെയ്യാം. സ്റ്റെയറിൽ കയറിയില്ല, അതിന് വിളിച്ചത്. വണ്ടി ഇവിടെ കിടക്കുന്നു. എനിക്ക് ഇവിടുന്ന് ഒന്നാമത്തെ കാര്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നത്. സ്റ്റെയറിൽ കുടുങ്ങി താഴെ താഴോട്ട് നോക്കി ഡബ്ല്യു ഞെക്കണം. കണ്ടോ? എടാ പെന്ന് യൂസ് ചെയ്യണ്ട, മറ്റേ അവിടെ പോയി റിവൈവ് എടുത്താൽ മതി. കത്തോണ്ട് സിഗരറ്റ് വലിക്കണം, എന്നാലും അവന് എണ്ണിക്കാൻ വയ്യ. കത്ത് ഇറന്നിട്ട് സിഗരറ്റ് വലിക്കണം, എന്നാലും എണ്ണീറ്റ് പോകാൻ വയ്യ. ഞാൻ വീണപ്പോ മറ്റേ സാധനം വീണു. ആര് വണ്ടി? നീ എവിടെ പോയി? താഴെ വീട് വരുന്ന കണ്ടല്ലേ? ഞാൻ കണ്ടോണ്ട് നിൽക്കുക. കയറി വരുന്നു. ഒരു വാക്ക് പറയാറുണ്ട്. റിവൈവ് ആയിട്ട് എന്റെ പകുതി എല്ലാം ഒടിഞ്ഞിരിക്കുന്നു. അതെന്താ അങ്ങനെ? സിഗരറ്റ് വലിച്ചോണ്ട് മതിയുടെ സ്പീഡ് കിട്ടും. വായി വെച്ചിട്ടുണ്ട്, വലിക്കാനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല.
പൊതുവായിട്ട് വേറെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ? കൺട്രോളർ മാറ്റണ്ടേ? ഇനി എങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ പോകും? വലിയ ഇപ്പൊ എന്നിട്ട് ലൈഫ് പറഞ്ഞടാ. ഇതെങ്ങനെ ഇപ്പം ഇതിന് കൂടെ ഇങ്ങനെ പുറത്ത് പോകും? അതിനെ വണ്ടി ഫ്രണ്ട് എടുത്ത് അപ്പുറത്ത് കൊണ്ടാങ്കിൽ ഞങ്ങൾക്ക് വരായിരുന്നു. വണ്ടി എടുത്ത് ഞാൻ ഫ്രണ്ട് അപ്പുറത്ത് കൊണ്ടുവന്നല്ലേ. ഇപ്പൊ അല്ല, വേറെ വഴിയില്ല. എനിക്ക് വരാൻ വേറെ വഴിയില്ല. ഇവിടെ അപ്പിയില്ലേ? സിഗരറ്റ് കുറ്റി നീട്ടി വണ്ടിക്കകത്തില്ലേ? പ്രോബ്ലം മീൻസ് എനിക്ക് ഡ്രൈവിൽ കയറി ടീ ഞെക്കിയിട്ട് ഡ്രൈവ് ആവുന്നില്ലടാ. ഈ പറഞ്ഞ ഊതിയല്ലേ? എടാ അത് ഇത് എനിക്ക് നമ്പർ ഒന്നും ക്ലിക്ക് ചെയ്തിട്ട് വരുന്നില്ല. അയ്യോ, ഞാൻ പിന്നെ ഇടയ്ക്ക് കൂടെ താഴെ പോയി. ചത്തിട്ടില്ല കേറിപ്പോറ്റാ. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ മാത്രം പറ്റുന്നില്ലടാ. ഇവിടെ ഇനി ഒറ്റ വഴിയുള്ളൂ. ജനലിൽ കൂടെ ഞാൻ അടുത്ത് ചാടാൻ പോവാ. എന്നെ ഒന്ന് റിവൈവ് ചെയ്യണേ. അല്ല ജനലിൽ കൂടെ അല്ല. എടാ താണ്ട സൈഡിൽ കൂടെ നിങ്ങൾക്ക് കയറി വരാടാ. അല്ലെങ്കിൽ ചാകുന്ന ഇപ്പൊ ചത്തറ. ഞാൻ താഴെയുണ്ട്. വണ്ടി കയറ്റി വണ്ടി ഇവിടെ ഉണ്ട്. മറിഞ്ഞു കിടക്കും. എവിടെ താഴെ പോകും? അതുകൊണ്ട് മറിഞ്ഞു കിടക്കും. എടാ അപ്പൊ എനിക്ക് പക്ഷെ വണ്ടി ഇവിടെ തന്നെ കിടപ്പുണ്ടല്ലോ. ഇവിടെ ഓ അതായിരിക്കും എനിക്ക് സിഗരറ്റ് ഒന്നും വലിക്കാൻ പറ്റുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ എവിടെ നിക്കുന്ന കാണുന്നേ? ഞാനിപ്പോ ഇവിടെ ഇറങ്ങി ഓടുക. ഇങ്ങനെ കയറി വരാൻ വഴിയുണ്ടോ നോക്കട്ടെ. ഞാനൊന്ന് എക്സിറ്റ് അടിക്കട്ടെടാ. നീ ഒന്ന് ഇറങ്ങിയിട്ടില്ല. സ്മൂത്ത് ആയിട്ടൊന്നും നമുക്ക് എന്തുകൊണ്ട് ഇപ്പൊ പറ്റുന്നില്ല. ഒരു ഇൻവൈറ്റ് അയക്കാവോടാ. കേട്ടില്ല. സ്മൂത്ത് ആയിട്ട് ഇത്രയും വരെ എത്തിച്ച് നമുക്ക് എന്ത് പറ്റാത്ത? എനിക്ക് മനസ്സിലാവട്ടെ എന്തുകൊണ്ട് പറ്റുന്നില്ല. ആടാ മനസ്സിലായി. ഇപ്പോഴാ വണ്ടി ഇവിടെ മറിഞ്ഞു നടക്കുന്നേ അല്ലേ? നമുക്ക് ആദ്യം വണ്ടി മൊത്തം പണിയാം. അതിനുള്ള സാധനം പണിയിട്ട് കാര്യമില്ല. മേളിൽ കയറുമ്പോ എന്തായാലും മേളിൽ കയറുമ്പോ പണിയേണ്ടി ആവശ്യം വരില്ല. അങ്ങനത്തെ സ്ഥലമാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഹോളി കൂടെ വല്ല നമ്മള് വെളിയിൽ പോകും. അതാ പ്രശ്നം. വണ്ടിയിൽ ചെറിയ ചെറിയ ഓട്ടോകൾ നമ്മൾ എന്തെങ്കിലും കാർഡ് വെച്ച് അടച്ചാലോടാ. എന്നെ ഒന്ന് റിവൈവ് ചെയ്യാം. ഇത് തന്നെ പരിപാടി. ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ വഴി നോക്കിയത്. ഇതൊരു ചാവുന്ന കോമ്പറ്റീഷനുള്ള ഗെയിമല്ല. സിഗരറ്റ് വലിക്കും വേണ്ട. മെയിനായിട്ട് കൊണ കണ്ടിട്ട് അപ്പുറത്ത് പോയി ഇത് യൂസ് ചെയ്യണ്ട. അപ്പുറത്ത് വരെ പോയി
റിവ്യൂ എടുക്കാനൊന്നും അല്ല. സിഗരറ്റ് പോയാൽ വലിക്കുന്നതിന് കുഴപ്പമില്ല, ഇവന് എല്ലാത്തിനും കുഴപ്പം. സിഗരറ്റ് വലിക്കില്ല, അത് തീർന്നു. അടുത്തത് കത്തിക്കാൻ. എന്റെ മുഖത്ത് സിഗരറ്റ് വീഴുന്നുണ്ട്. ലാവയ്ക്കകത്ത് സിഗരറ്റ്. അത്ര വണ്ടി എന്താ പൊട്ടിത്തെറിക്കാൻ? വണ്ടി ഇവിടെ കിടക്കുന്നേ, ഇവിടെ ഇല്ല. വണ്ടിയുള്ള അടുത്ത് പോകണം. ഈ വണ്ടി മറ്റേ ഇത് എന്തോ ഫ്ലിപ്പ് ചെയ്യുന്ന സാധനം വെച്ചിട്ട് ഫ്ലിപ്പ് ആവുന്നുണ്ടല്ലോ. അരിവേഷമല്ല, അപ്പുറത്തായിട്ട് ഇന്ത്യയുടെ ഫ്ലിപ്പ് ചെയ്യുന്നത്. കണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഇതുകൊണ്ട് പോകും ഫ്ലിപ്പ് ചെയ്യുന്നതാണ് താഴെ പോകണം. അല്ല വണ്ടിക്കകത്ത് കയറാം, വണ്ടി നിരങ്ങി പോകും. ബുക്ക് ചെയ്യണം. ഈ വണ്ടിയിലോട്ട് കയറാനാണ് പാട്. ഒറ്റ സാധനം എടുത്തോണ്ടോ അതിൻ്റെ പോയി കളഞ്ഞോ? അതാഴെ പാടാം. ജനലൊക്കെ തടച്ചുണ്ട്. ഞാൻ വണ്ടി കയറി ഇരിപ്പുണ്ട്. വണ്ടി വീടിനാണ്. ഇവിടെ ഇതായിട്ട് കാര്യമില്ല, വഴി കയറിപ്പോൻ വഴിയൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി തള്ളി താഴോട്ടിടാം. ലാലിലാണ് അർജന്റീനാണ്. ഇങ്ങോട്ടൊന്ന് എന്തുവാ പാമ്പിരിക്കുന്നു. ലാലിലാണ് എൻ്റെ ഒരു വിഞ്ചായിരിക്കും. ലാലുണ്ടോ? വണ്ടി തള്ളി താഴോട്ടിടാ. വരത്തില്ല, ഞാൻ തുള്ളി നോക്കിയതാ. വണ്ടി തള്ളാം. ഇതായിരുന്നു ഫ്ലിപ്പ് ചെയ്യുന്ന സാധനം. എനിക്ക് വണ്ടി തള്ളുന്ന എങ്ങനെ ആയിരുന്നടാ? ഏത് സ്വിച്ചാടാ? ഒരു മിനിറ്റ്. ഞാൻ വണ്ടി ഓടി താഴോട്ടിടാം. ഫ്ലിപ്പായണ്ട. ഞാൻ റിവേഴ്സ് എടുക്കട്ടെ. എനിക്കൊന്നും ചെയ്ത് ഞാൻ റിവേഴ്സ് മാത്രമേ എടുത്തുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. പൊട്ടാത്ത വണ്ടി അവർ റിവേഴ്സ് എടുത്ത് പൊട്ടിച്ച്. ഇവിടെ വന്ന് ഈ സാധനം ഇല്ല, റിപ്പയർ ഒന്നും ചെയ്യണ്ട. എഞ്ചിൻ ഓയിൽ വേണം ഇട്ട് വെക്കല്. അവിടെ നിക്കാവോ? ഇല്ല, ഞാൻ മോളിൽ കൊണ്ട് നിർത്താം. പോക്ക് ശരിയല്ല, നാശത്തിലേക്കാൾ നീ പോവാം. വണ്ടിക്ക് നിർത്തിയേക്കുന്ന ശരിയല്ല. നീ മറ്റേ ഓയിൽ എടുത്തിട്ടുണ്ടോ ലാലെ? ഇതിന്റെ കയറ്റുകൾ അതിന്റെ ഇടയ്ക്കൂടെ താഴെ വീടായിരുന്നു.
അങ്ങനെ മനസ്സിലായി. ഇങ്ങോട്ട് പോകുന്നു. ആരും അറിയാം. ഹായ്. അതിന്റെ ഫ്രണ്ട് വന്ന് ചാടിക്കറി ലൈറ്റ് ഒന്നും ഇല്ലേ? ലൈറ്റ് ഞാൻ ടോർച്ച് അടിച്ചാൽ മതിയോ? ഇത് കുറഞ്ഞോ? അടി നീ കുറച്ച്. ഇവര് പണ്ട് പലകിടും. നമ്മള് മുമ്പായിട്ട് ഇവിടെ തന്നെ ഇരിക്കുക, എങ്ങും പോകുന്നില്ലേ. എന്നാ അറിയാം. എടാ ഇനി ഒരു ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മളിനി എങ്ങനെ വണ്ടിയുടെ ഫ്രണ്ടിൽ പോകുന്നത്? ശരിയാവുമോ? നിറച്ചുണ്ടെന്ന് ഉണ്ട്. നിറച്ചുണ്ടെന്ന് വെച്ചിട്ടുണ്ട്. എടാ അതിനൊരു വഴിയുണ്ട്. ഉം. ഈ വണ്ടിക്കകത്തോട്ട് കയറുക. ഈ പലകം പിടിച്ചോട്ടെ. കയറിയിട്ട് ഈ വിൻഡോ, വണ്ടിക്കകത്തോട്ട് കയറിയിട്ട് ഈ വിൻഡോയിൽ കൂടെ നീ വെളിയിലോട്ട് ഇറങ്ങിയാൽ മതി. ഒന്നെങ്കിൽ താഴെ വീഴും, അല്ലെങ്കിൽ അപ്പുറത്തേക്ക്. കാര്യമായിട്ട് പറഞ്ഞതാ, ഒരേ ഒരു വഴി. ആരടാ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഫ്രണ്ടിൽ നടന്നു പോയത്? കേറിയിട്ട് വണ്ടിക്കകത്തോട്ട് കയറിയ വിൻഡോയിൽ കൂടെ വെളിയിലോട്ട് പോകാം. താഴെ പോകണം ഇല്ല. അതും കൂടി ഇട്ടേര്. ഇല്ല, അവൻ്റെ തലയ്ക്കാണോ അവിടെ വിട്ടേക്കുന്നത്? അല്ലേ, അത് അവിടെ തട്ടിയിരിക്കുക. എന്നെ വിടണോ? ഞാൻ പിടിച്ചു. കറക്റ്റാണോ? ഇല്ല, നീ വണ്ടി ചരിഞ്ഞായിട്ടാണ്. ഇങ്ങോട്ട് എടുക്കണം ഞാൻ വണ്ടി. കറക്റ്റാണോ? ഹലോ, ഒരുത്തനോട് നോക്കി ലെഫ്റ്റ് ഓടിച്ച്. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? ഇപ്പൊ ഇപ്പോഴാ കേൾക്കുന്നത്. എടുക്കട്ടെ? നേരേക്ക് ലെഫ്റ്റ് ഓടിച്ച്. പോയി വീണു. അതെ, ചാടി പുറകെ പോയി വിഞ്ചിട്ട് പോയി റിവേഴ്സ് ഇടാ. അയ്യോ, ആരും എന്റെ കാലുവാരി. അയ്യോ, ആരും എന്റെ കാല് വാരിയേ. പെണ്ണ് താഴെ ഇടാൻ പറ്റും. ഹായ്. തിരിച്ചു കണ്ടോണ്ട് റിമോട്ട് എടുത്തോ. കുറെ കൂടെ അങ്ങനെ താഴെ ഇറങ്ങും. ഞാൻ കേറിട്ട് അതിനകത്ത് റിവേഴ്സ് എടുക്കണോ? നീ ചാടി വെളിയിൽ ഇറങ്ങി, നീ ഇനി എങ്ങനെ അകത്ത് വരുന്നു? അയ്യോ, ഞാൻ താഴെ പോയി ഗൈസ്. ഞാൻ കണ്ടായിരുന്നു. വെളി കയറി.
ഒത്തിരി അടുത്താണ്. അതുകൊണ്ട് ഫ്രണ്ടി വന്നിരിക്കുക. കുറച്ച് റൈറ്റിലൂടെ ഇടും. ഫ്രണ്ടിൽ നിന്ന് മാറാ കറക്റ്റ്. പോരട്ടെ, കുറച്ച് ഫ്രണ്ടിലോട്ട് വാ. ഇവിടെ വണ്ടി പണിയണ്ടേ, അല്ലെങ്കിൽ ഇനി താഴെ വീണ. പോരട്ടെ പോരട്ടെ, കുറച്ച് ഫ്രണ്ടോട്ട് പോരട്ടെ പോരട്ടെ പോരട്ടെ. കുറച്ച് എൻ്റെ ലെഫ്റ്റ് പിടി, കുറച്ച് ലെഫ്റ്റ് പിടി, കുറച്ചുകൂടെ ലെഫ്റ്റ്, കുറച്ച് ലെഫ്റ്റ്. ആ മതി മതി. ഇനി സ്ട്രൈറ്റ് സ്ട്രൈറ്റ് കയറിക്കും, സ്ട്രൈറ്റ് കയറിക്കും. കുറച്ച് ലെഫ്റ്റ് പിടിച്ചു. റൈറ്റ് ഒരുപാട് എടുക്കണ്ട. റൈറ്റ് 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 റൈറ്റ്. കുറച്ച് ലെഫ്റ്റ്. വീട് വീട് വീട്. എന്ത് വട്ടിപ്പണിയാണ് വരുന്നത്. മലയാള ഭാഷയിൽ പറഞ്ഞായിരുന്നു നിന്റെ അടുത്ത്. എടി ഇതിന്റെ ഏതെങ്കിലും ഫോണിൽ കൂടെ അവള് താഴെ പോലെ അകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാ. അതെ അതെ. എടാ അരുണെ, നീ ആ സീറ്റിൽ നിന്ന് ഇറങ്ങും. സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് വിഞ്ച് കൺട്രോൾ എടുത്തതാ. ജനലിൽ കൂടെ അവൻ സ്റ്റിയറിംഗിൽ പിടിച്ചിരിക്കുക. സ്റ്റിയറിംഗിൽ നിന്ന് കൈവിട്ട താഴെ പോകും. ഞാൻ വീടാ ചത്തു. കയ്യെന്നെടുത്ത് അല്ല, ഞാൻ വണ്ടി കൊണ്ട് താഴെ വരാം, പിടിക്കാമോ? വേണ്ട എടാ, ഞാൻ ആ വണ്ടിയുടെ മുകളിൽ ഇപ്പം നിൽക്കും. ഞാൻ വണ്ടിക്കകത്ത് കയറി വിഞ്ച് കൺട്രോളർ എടുക്കട്ടെ. അയ്യോ, നമ്മളിപ്പോ എങ്ങനെയാടാ നിൽക്കുന്നത്? എടാ ഞങ്ങളിപ്പോ എങ്ങനെയാടാ നിൽക്കുന്നത് വണ്ടിക്കകത്ത്? ഒന്നും മനസ്സിലാവും. അരുണേ, ഇവിടെ ഒരു സീറ്റ് ഉണ്ടായിരുന്നല്ലോ. ഞാനെന്ത് ചെയ്യടാ? എടാ നമ്മളിപ്പം തലകുത്തി നിൽക്കുകയല്ലേ? താഴോട്ട് ചിലപ്പോ താഴോട്ട് നോക്കിക്കൂ. സുബൈലി വണ്ടി അരങ്ങത്തെ. അയ്യോ, റിലീസ് കൊടുത്തേടാ. രണ്ടും തീക്കോ. പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇത് ഏതാണ്? ഏത് ഭാഗത്താണ് അരുണെന്ത്? അയ്യോ, ഇത് ഇങ്ങനെയൊക്കെ നിക്കുന്നേ. എടാ ഞാൻ ഇത് എവിടാടാ? ഇതെന്താ ഇങ്ങനെയൊക്കെ നിക്കുന്നേ? നീ എങ്ങനെ ഇതിനകത്തുനിന്ന് വെളിയിറങ്ങിയത്? ഞാൻ ആദ്യമേ പുറകിലത്തെ സീറ്റ് ഇരുന്നു, എന്നിട്ട് ചടി പിടി ഇറങ്ങി. അതുവഴിയല്ലേ വന്നു? ആന്നല്ലേ. ഇതെങ്ങനെയാ മേടിച്ചെന്നെ വണ്ടി? നമ്മള് മേളിൽ നിന്ന് താഴെ വീടല്ലേ? വണ്ടി കുത്തി വീട് നിൽക്കുന്നു. ഭയങ്കര കഷ്ടപ്പാടാണല്ലോ. നീ വണ്ടി റിവേഴ്സ് എടുത്തേ. സീറ്റ് അതിന് ഞാൻ
അതിനകത്ത് അല്ലേ? തലകുത്തി പോയി. ഇച്ചിരിയും കൂടെ യു ക്യാൻ എന്നിട്ട് വണ്ടി കയറി പോടാ മോനെ, വണ്ടിക്കൊന്നും പറ്റിയില്ലടാ. അതിപ്പോ പറ്റിക്കോ. എന്നെ തല്ലി എന്നെ കൊന്നോടാ, വണ്ടി ഇടിച്ച് എന്നെ കൊന്നു. എന്നെ ഒന്ന് എടുക്കടാ. കൊല്ലാൻ കൊണ്ടു. ഇതല്ലേ. ആ എന്തേലും ഒരു ട്വിസ്റ്റ് പറയട്ടെ, പിഞ്ച് അങ്ങ് വീട് നിൽക്കും. അടിപൊളി. വെഞ്ചി മോള് കണക്ട് ചെയ്ത് അതുപോലെ കിടപ്പുണ്ട്. റീസെറ്റ് നീ ചെയ്യണം വണ്ടിക്കത്. റിവൈവ് ചെയ്യുന്ന ഓപ്ഷൻ കാണിക്കുന്നില്ല. ഞാൻ പോയെടുക്കാം. ഇപ്പൊ വണ്ടി എന്തായാലും കയറ്റാൻ പറ്റൂല. രണ്ടുപേരും കൂടെ ചാടി ചത്തു. സ്റ്റാർട്ടിൽ തൊട്ട് വരെ നീ ആ വണ്ടി എടുത്ത് കുഴിയിലോട്ട് ഇടാൻ ചാടിക്കും. ഞാൻ ജമ്പ് ചെയ്യിക്കണം. വണ്ടി ജമ്പ് ചെയ്യിക്കണം. എവിടെയും തട്ടി അപ്പം വണ്ടി പൊട്ടും. ഇപ്പോഴൊന്നും ഈ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലേ? നോട് ഇത് മറ്റേ ബാക്സിന്റെ വണ്ടിയുടെ കൂട്ടിരിക്കുന്നു ഇപ്പൊ. എടാ എന്നെ വണ്ടിക്കകത്തോട്ട് എടുത്തിടാ, ഞാൻ വണ്ടിയിൽ നിന്ന് വെളിയിൽ പോയി. നിന്നെ റിവ്യൂ ചെയ്യണ്ടേ? അപ്പൊ റിവ്യൂസിലേക്ക് തരാം. നോട്ട് പോയി. ഇനി ഒരു ഇച്ചിരി പണിയുണ്ട് കേട്ടോ. വണ്ടി പൊട്ടുന്നില്ലല്ലോ, ഗ്ലിച്ചാണ്. ആവശ്യത്തിന് ഈ വണ്ടി ഗ്ലിച്ചാന്ന് തോന്നണം. ഇപ്പോഴാണ് ഈ വണ്ടി കൊണ്ട് വിളിക്കരുത്. പിള്ളേച്ചൻ നുണ പറയുമെന്ന് വിചാരിക്കും. ഞാൻ വിട്ട് കഴിഞ്ഞിട്ട് ഫുഡ് വന്നിട്ടുണ്ട്. എന്നാ മറ്റന്നാ കളിക്കാം ഇനി. എടാ എപ്പോഴാ മറ്റന്നാ വരാം? എപ്പോഴാ? എനിക്ക് ആക്ച്വലി തിങ്കളാഴ്ച അവധിയാണ്. പിന്നെ മറ്റന്നാ ശനിയാഴ്ചയല്ലേ? ശനിയാഴ്ച രാത്രി കളിക്കാടാ. സെയിം ടൈം. ഹലോ, സെയിം ടൈമാണ് ശനിയാഴ്ച. ഏ